നമസ്കാരം, BBC ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഗുരുനാരായണ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിന്റെയും JLG വായ്പ വിതരണത്തിന്റെയും ഉദ്ഘാടനം നടന്നു. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഉദ്ഘാടനം നിർവഹിച്ചു. +2 വിഷയത്തിൽ NSSന് മറുപടിയുമായി വിദ്യാഭ്യാസ മന്ത്രി അബ്ദുൾ റബ്ബ്. പുതിയതായി അനുവദിച്ച +2 സ്കൂളുകൾ തുടങ്ങാൻ ആരെയും നിർബന്ധിക്കില്ലെന്ന് മന്ത്രി. ഏഴല്ലൂരിലെ LSR ഹോസ്പിറ്റലിൽ ചികിത്സയിൽ കഴിയുന്ന ഷെഫീഖിനെ കാണുവാൻ മന്ത്രി അബ്ദുൾ റബ്ബ് എത്തി. ദളിത് ക്രൈസ്തവ വിദ്യാർത്ഥികൾക്ക് ന്യൂനപക്ഷ പ്രീമെട്രിക് സ്കോളർഷിപ്പ് നിഷേധിക്കുവാനുള്ള കേരള സർക്കാർ നീക്കത്തിനെതിരെ ഇടുക്കി ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിന് മുന്നിൽ ദളിത് ക്രൈസ്തവ ഐക്യമുന്നണി നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. മുട്ടം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് ഫ്രണ്ട് എം നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി. യൂത്ത് ഫ്രണ്ട് എം സംസ്ഥാന ജനറൽ സെക്രട്ടറി M മോനിച്ചൻ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. ഗുരുനാരായണ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിന്റെയും JLG വായ്പ വിതരണ ഉദ്ഘാടനവും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ നിർവഹിച്ചു. യോഗത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും സജീവവും ചലനാത്മകമായ കാലഘട്ടം ശ്രീ വെള്ളാപ്പള്ളി നടേശന്റേതാണ്. സമതായ ധർമ്മപരിപാലന യോഗത്തിന്റെ ചരിത്രത്തിൽ എക്കാലവും അവിശ്വസനീയനായ വ്യക്തി കുറഞ്ഞ സമയം കൊണ്ട് ഇത്രയധികം നല്ല ഒരു പ്രകടനം കാഴ്ചവെച്ച ഒരു യൂണിയൻ കേരളത്തിൽ കാണത്തില്ല. കാരണം ഒരു കോളേജ് എന്നൊരു സങ്കല്പം അല്പമൊക്കെ ഞാൻ വഴക്കിട്ടിട്ടുണ്ടെന്നുള്ള നേരാണ്. അവർ പറഞ്ഞില്ല ഞാൻ അല്പമൊക്കെ വഴക്കിട്ടെന്ന്. ഞാൻ വഴക്കിടാതെ എന്ത് ചെയ്യും? ഇവർക്ക് എല്ലാം സംശയമാണ്, പേടിയാണ്. കോളേജ് എന്ന് പറയുമ്പോൾ അവർക്ക് സങ്കല്പിക്കാൻ പോലും സാധിക്കുന്നില്ല. കഴിഞ്ഞ കൊല്ലം 12 ഞാൻ തുടങ്ങി. അത് 12 ഭംഗിയായി തുടങ്ങുന്നു. ഈ കൊല്ലം അതിനേക്കാൾ ഒരെണ്ണം കൂടെ കൂടുതൽ തുടങ്ങണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അത് ഞാൻ സാധിച്ചു. 13 ഈ കൊല്ലം തുടങ്ങി. അതിലൊന്ന് തൊടുപുഴയിലാകണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. താഴെ പേര് വിളിക്കുന്ന യൂണിറ്റുകൾ പെട്ടെന്ന് സ്റ്റേജിലേക്ക് എത്തണം. കുടയത്തൂർ ശാഖയുടെ മന്ത്രി PJ ജോസഫ് അധ്യക്ഷത വഹിച്ചു. മുൻ MP PT തോമസ് കോളേജ് ലൈബ്രറി ഉദ്ഘാടനം നിർവഹിച്ചു. അഡ്വക്കേറ്റ് CK വിദ്യാസാഗർ സിവിൽ സർവീസ് പരിശീലന പദ്ധതി ഉദ്ഘാടനവും റോഷി അഗസ്റ്റിൻ MLA കമ്പ്യൂട്ടർ ലാബ് ഉദ്ഘാടനവും അടിമാലി യൂണിയൻ പ്രസിഡന്റ് അനിൽ തറനിലം വെബ്സൈറ്റ് ഉദ്ഘാടനവും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MT തോമസ് ട്രസ്റ്റ് ലോഗോ പ്രകാശനവും മുനിസിപ്പൽ ചെയർമാൻ AM ഹാരിദ് കോളേജ് ലോഗോ പ്രകാശനവും യൂണിയൻ വൈസ് പ്രസിഡന്റ് D ബോസ് പച്ചക്കറി വിത്ത് വിതരണ ഉദ്ഘാടനവും നിർവഹിച്ചു. KT രമേശ് പൂങ്കി പ്രഭാഷണം നടത്തി. തുഷാർ വെള്ളാപ്പള്ളി, ഡോക്ടർ MN സോമൻ, പ്രീതി നടേശൻ, അഡ്വക്കേറ്റ് S പ്രവീൺ, PS സിനിമോൻ, D ബോസ്, പൊന്നമ്മ രവീന്ദ്രൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. റോഡിന് നടുവിൽ ആളുകളുടെ നടുവടിക്കുന്ന കുഴി നികത്താൻ സ്വന്തം വീട് നിർമ്മാണത്തിന് കൊണ്ടുവച്ച് സിമന്റും മണലുമായി പുറപ്പെട്ട ബിജു പുലിവാൽ പിടിച്ചു. റോഡിലെ കുഴിയടയ്ക്കാൻ ഇറങ്ങിയ തനിക്ക് കിട്ടിയ പ്രതിഫലം പോലീസിന്റെ അസഭ്യ വർഷവും കേസുമാണെന്ന് ഇടവെട്ടി സ്വദേശി ബിജു പറയുന്നു. എൻ്റെ ഒരു ഇൻഡിക്ക കാറ് ഞാൻ യാത്ര ചെയ്യുവാണ്. ഗാന്ധി സ്ക്വയറിൽ കുഴിയിൽ വീണ് വണ്ടി അനങ്ങാൻ മേലാതെ വന്ന് എനിക്കൊരു 17,000 രൂപ നഷ്ടം വന്നു വണ്ടിക്കാണ്. ആ വണ്ടി ആക്സിഡൻറ്റ് വന്ന് വർഷോപ്പിൽ നാളെ കൊണ്ടുവന്ന് നീക്കം ചെയ്തതിന് ശേഷം ഞാൻ എൻ്റെ സ്വന്തം ചെലവിൽ എൻ്റെ വീട്ടിൽ പോയി പെരമണിയാൻ കൊണ്ട് വെച്ചിരുന്ന മിറ്റിലും പാറപ്പൊടിയും സിമെൻറ്റുമായിട്ട് ഞാൻ വന്നത് പെട്ടി ഓട്ടോറിക്ഷ വിളിച്ച് അത് നികത്താൻ വന്നപ്പോൾ ഗാന്ധി സ്ക്വയറിൽ നികത്താൻ വന്നപ്പോൾ വഴി ബ്ലോക്കായി. ഞാൻ തന്നെയാണെങ്കിൽ ബ്ലോക്ക് ആവില്ലായിരുന്നു. പൊതുജനം കൂടി, ജനം കൂടിയപ്പോൾ 12,000 ആൾ കൂടി എനിക്ക് തോന്നുന്നു, എനിക്കറിയത്തില്ല. ഞാൻ തന്നെയാണെങ്കിൽ ബ്ലോക്ക് ഉണ്ടാവില്ലായിരുന്നു. പൊതുജനത്തിന് ഒന്നിൽ കേസെടുക്കാനുണ്ട്. അതായത് എടുക്കേണ്ട പോലീസ് അതാണ് ചെയ്യേണ്ടത്. എൻ്റെ പേര് കേസെടുക്കുക എന്നെ അതിക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു പോലീസ്. സ്റ്റേഷനിൽ കൊണ്ടുപോയി എന്നെ മെഡിക്കൽ എടുത്തു. അപ്പം മദ്യപിച്ചിട്ടുണ്ടോ? ഞാൻ മദ്യം കഴിച്ചിട്ടുണ്ടായിരുന്നു. മദ്യനിരോധനം ഇല്ലാത്ത സ്ഥലമാണല്ലോ, ഞാൻ ഡ്രൈവ് ചെയ്തിട്ടില്ല. ഈ മദ്യം കഴിച്ചു എന്നുമില്ല എൻ്റെ മെഡിക്കൽ കാരിക്കോട് കൊണ്ട് മെഡിക്കൽ എടുത്തത്. കഴിഞ്ഞ ദിവസമാണ് സംഭവം അരങ്ങേറിയത്. രാവിലെ ടൗണിൽ വന്ന ബിജുവിന്റെ ഇൻഡിക്ക കാർ ഗാന്ധി സ്ക്വയറിലെ അത്ര മോശമല്ലാത്ത കുഴിയിൽ കൃത്യമായി ചെന്ന് വീണു. വർക്ക്ഷോപ്പിൽ ചെന്നപ്പോൾ 7,000 രൂപയുടെ പണി.
ഈ അവസ്ഥ മറ്റാർക്കും ഉണ്ടാകരുതെന്ന ചിന്തയിൽ വീട്ടിൽ ചെന്ന് വീട് പണിക്കായി മാറ്റിവെച്ചിരുന്ന സാമഗ്രികളുമായി ഗാന്ധി സ്ക്വയറിലേക്ക് വീണ്ടും പോകുന്നതിന് മുൻപ് മുനിസിപ്പൽ ചെയർമാനെ ഫോണിൽ വിളിച്ചു. കുഴിയടച്ചോട്ടെ എന്ന് ചോദിച്ചു. അനുവാദം ലഭിക്കുകയും ചെയ്തു. സ്വന്തം കാശ് മുടക്കി പെട്ടിയോട്ടോ വിളിച്ച് ടൗണിലെത്തി കുഴിയടയ്ക്കാൻ തുടങ്ങിയപ്പോൾ പോലീസ് എത്തി. കുഴി നികത്തിയതിന് പോലീസ് കേസെടുക്കുകയും ചെയ്തു. ഗതാഗത തടസ്സമുണ്ടാക്കിയതിന്റെ പേരിലാണെങ്കിൽ അവിടെ കൂടി നിന്ന മുഴുവൻ ആളുകളുടെയും പേരിൽ കേസെടുക്കണമെന്നും ബിജു പറയുന്നു. ഏതായാലും ഇത്തരമൊരു സമരരീതിക്ക് പോലീസുകാരുടെ പിന്തുണ കിട്ടിയില്ലെങ്കിലും നാട്ടുകാരുടെ മുഴുവൻ പിന്തുണ ലഭിച്ചെന്നും ബിജു പറയുന്നുണ്ട്. വിവാദത്തിലായി തൊടുപുഴ ഗാന്ധി സ്ക്വയറിലെ കുഴി ഡിവൈഎഫ്ഐ പ്രവർത്തകർ ചേർന്നടച്ചു. ബുധനാഴ്ച വൈകിട്ട് മെറ്റിലും മണലും പാർപ്പടിയുമായി എത്തിയവർ കുഴി അടയ്ക്കുകയായിരുന്നു. ഈ കുഴി അപകടങ്ങൾക്കിടയാക്കിയിരുന്നു. കഴിഞ്ഞ ദിവസം ഇത് അടയ്ക്കുവാൻ ശ്രമിച്ചയാളെ ഗതാഗത തടസ്സമുണ്ടാക്കിയതിന്റെ പേരിൽ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇതുപോലെ കുണ്ടും കുഴിയുമായി നിത്യേന അപകടങ്ങൾ ഉണ്ടാകുന്ന തരത്തിൽ അനുദിനം കുഴികൾ രൂപപ്പെട്ടുകൊണ്ടും ആ കുഴികളൊക്കെ ഓരോ ദിവസം കഴിയുന്നോറും കൂടുതൽ കിണറുകൾ പോലെയാകുന്ന അവസ്ഥയുണ്ടായിട്ടും ഇത് പരിഹരിക്കേണ്ട അധികാരികൾ കണ്ണു മൂട്ടിയിരിക്കുന്നതിനാൽ ഞങ്ങൾ ഡിവൈഎഫ്ഐ പോലെയുള്ള ഉത്തരവാദപ്പെട്ട സംഘടനകൾ ഇവർ കുഴികൾ അടച്ചില്ലെങ്കിൽ ഈ തൊടുപുഴ നഗരത്തിലെ മുഴുവൻ കുഴികളും അടയ്ക്കാൻ ഞങ്ങൾ സന്നദ്ധരാണ്. ഞങ്ങൾ രംഗത്ത് വരുമെന്ന് ഞങ്ങൾ അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇന്നലെ ഇവിടെ ഒരു സംഭവം ഉണ്ടായി. ഇതിനെതിരെ പ്രതികരിച്ച ഒരാളെ കള്ളക്കേസ് എടുത്തുകൊണ്ട് ജയിലിലടയ്ക്കുന്നതിനും കള്ളക്കേസ് എടുക്കാനുള്ള സമീപനങ്ങൾ സ്വീകരിച്ചു. ഈ സമീപനങ്ങൾക്കെതിരെയാണ് PWD അധികൃതരുടെ കണ്ണിൽ തുറപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് ഡിവൈഎഫ്ഐ സമരം ഏറ്റെടുത്തിരിക്കുന്നത്. ഷെഫീഖിനെ കാണാൻ വിദ്യാഭ്യാസ മന്ത്രി PK അബ്ദുൾ റബ്ബ് ഏഴല്ലൂർ അൽ-അസ്ർ മെഡിക്കൽ കോളേജിലെത്തി. ഷെഫീഖുമായി 15 മിനിറ്റോളം മന്ത്രി കളിയും ചിരിയുമായി ചിലവഴിച്ചു. മന്ത്രിക്ക് മുത്തം നൽകിയാണ് ഷെഫീഖ് സ്വീകരിച്ചത്. മുമ്പ് മന്ത്രി മുനീറിനോട് പറഞ്ഞതുപോലെ തന്നെ ഞാൻ രാജാവാണെന്ന് ഷെഫീഖ് വീണ്ടും ആവർത്തിച്ചു. ഷെഫീഖിനെ ഏറ്റെടുത്ത അൽ-അസ്ർ മാനേജ്മെന്റിന് മന്ത്രി അഭിനന്ദനം അറിയിച്ചു. ഷെഫീഖിനെ കാണാൻ മന്ത്രി എത്തുമെന്നറിഞ്ഞതോടെ ഇടുക്കിയിലെ മാധ്യമപ്രവർത്തകരെല്ലാം ഏഴല്ലൂർ മെഡിക്കൽ കോളേജിൽ എത്തിയിരുന്നു. മുനിസിപ്പൽ ചെയർമാൻ AM ഹാരിദ്, മുസ്ലിം ലീഗ് എറണാകുളം ജില്ലാ സെക്രട്ടറി അബ്ദുൽ മജീദ്, ഇടുക്കി ജില്ലാ പ്രസിഡന്റ് KMA ഷുക്കൂർ, അൽ-അസ്ർ ഗ്രൂപ്പ് ചെയർമാൻ KM മൂസ, അഡ്വക്കേറ്റ് KM ഇജാസ്, ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയർമാൻ PG ഗോപാലകൃഷ്ണൻ, MS മുഹമ്മദ് തുടങ്ങിയവർ മന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്നു. +2 വിഷയത്തിൽ NSSന് മറുപടിയുമായി മന്ത്രി അബ്ദുൾ റബ്ബ്. പുതിയതായി അനുവദിച്ച് +2 സ്കൂളുകൾ തുടങ്ങാൻ ആരെയും നിർബന്ധിക്കില്ല. ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുവാൻ NSSന് സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ വിദ്യാർത്ഥികൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ സർക്കാർ ബദൽ മാർഗം തേടുമെന്നും മന്ത്രി തൊടുപുഴയിൽ പറഞ്ഞു. അല്ല, അങ്ങനെയല്ലല്ലോ. ആരെങ്കിലും അടിച്ച് തുടങ്ങിക്കാൻ പറ്റുമോ? ആരെയും ഒരു നീ അടിച്ച് തുടങ്ങുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. സ്കൂളുകൾ അനുവദിക്കേണ്ടതും ബാച്ചുകൾ അനുവദിക്കാനുള്ള തീരുമാനം ഗവൺമെൻറ് പ്രോപ്പർ ചാനലിൽ അപേക്ഷ ക്ഷണിക്കുന്നു, അത് പ്രോസസ്സ് ചെയ്യുന്നു, അതിനനുസരിച്ച് സബ് കമ്മിറ്റിയും ക്യാബിനറ്റും തീരുമാനമെടുക്കുന്നു, അതിനനുസരിച്ച് സർക്കാർ ഉത്തരവ് ഇറങ്ങുന്നു. അതിനുശേഷം ഒരു സംഘടനയോ വ്യക്തിയോ ആരാണെങ്കിലും ഞങ്ങൾ തുടങ്ങുന്നില്ല എന്ന് പറഞ്ഞാൽ അവരെ നിങ്ങൾ തുടങ്ങിയേ പറ്റൂ എന്ന് പറയേണ്ട കാര്യമില്ല. അതേ അവസരത്തിൽ താങ്കൾ സൂചിപ്പിച്ചതുപോലെ അഡ്മിഷൻ പ്രോസസ്സ് കഴിഞ്ഞ് കുട്ടികൾ അഡ്മിഷൻ കിട്ടാതെ പുറത്തു നിൽക്കുന്ന അവസ്ഥ വരുമ്പം അവർക്ക് ആവശ്യമായ ബദൽ സംവിധാനങ്ങൾ ഗവൺമെൻറ് ഏർപ്പെടുത്തും. വണ്ണപ്പുറം മാർസ്ലീവ ടൗൺ പള്ളിയിൽ വെള്ളിയാഴ്ച വൈകിട്ട് 6 മുതൽ രാത്രി 11 വരെ രാത്രി ആരാധന ഉണ്ടായിരിക്കും. വൈകിട്ട് 6-ന് റവറന്റ് ഫാദർ അലക്സാണ്ടർ കുരിക്കാട്ടിൽ വിശുദ്ധ കുർബാന അർപ്പിക്കും. തുടർന്ന് നടക്കുന്ന വചനപ്രഘോഷണവും ദിവ്യകാരുണ്യ ആരാധനയ്ക്കും ബ്രദർ ജോർജ് കുട്ടി അഗസ്റ്റ് നേതൃത്വം നൽകുമെന്ന് വികാരി ഫാദർ മാത്യു അത്തിക്കൽ അറിയിച്ചു. കേരള ക്ഷേത്ര സംരക്ഷണ സമിതി ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി ആഗസ്റ്റ് 9-ന് തൊടുപുഴയിൽ രാമായണ മേള നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേരള ക്ഷേത്ര സംരക്ഷണ സമിതി കഴിഞ്ഞ 48 വർഷക്കാലമായി കേരളത്തിലെ ആധ്യാത്മിക നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി വരുന്നു. കേരള ക്ഷേത്ര സംരക്ഷണ സമിതി ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കർക്കിടകം 1 മുതൽ 31 വരെ നടന്നു വരുന്ന രാമായണ മാസാചരണത്തിൻ്റെ ഭാഗമായി കുടുംബ സംഗമങ്ങൾ, സത്സംഗങ്ങൾ, ക്ഷേത്രങ്ങളിലും ഭവനങ്ങളിലുമുള്ള രാമായണ പാരായണം എന്നിവ വിജയകരമായി നടന്നു വരുന്നു. ഇതിൻ്റെ സമാപനമെന്നോണം ആഗസ്റ്റ് മാസം 9-ാം തീയതി തൊടുപുഴ കൃഷ്ണതീർത്ഥം ഓഡിറ്റോറിയത്തിൽ വെച്ച് രാമായണ മേള സംഘടിപ്പിച്ചിരിക്കുകയാണ്.
ഇന്ന് രാമായണത്തിൻ്റെ കാലിക പ്രസക്തി ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. 3 വിഭാഗങ്ങളിലായി 5 തരത്തിലുള്ള മത്സരങ്ങളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. 1-ാം ക്ലാസ് മുതൽ 5-ാം ക്ലാസ് വരെയുള്ള LP വിഭാഗവും രാമായണ പാരായണം എന്നിവയാണ് നടത്തി വരുന്നത്. രാവിലെ 9 മണി മുതൽ തൊടുപുഴയിൽ കൃഷ്ണതീർത്ഥം ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് രാമായണമേള നടത്തുന്നത്. യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് TK സുകുമാർ അധ്യക്ഷത വഹിക്കും. ക്ഷേത്ര സംരക്ഷണ സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സ്വാമി അയ്യപ്പദാസ് ഉദ്ഘാടനം നിർവഹിക്കും. 1 മുതൽ 5 വരെ LP, 6 മുതൽ 8 വരെ UP, 9 മുതൽ +2 ക്ലാസ് വരെ 3 വിഭാഗങ്ങളിലായി പാരായണം, ഉപന്യാസം, ചിത്രരചന, പ്രശ്നോത്തരി, പ്രസംഗം എന്നീ മത്സരങ്ങൾ നടക്കും. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ അധ്യക്ഷൻ TK സുകുമാർ, S സുധാകരൻ, അമ്മിണി ദിവാകരൻ, R വാസുദേവൻ എന്നിവർ പങ്കെടുത്തു. ചിലവ് കവലയിൽ വഴിയോരത്ത് നട്ടുവളർത്തിയ വൃക്ഷത്തൈകൾ നശിപ്പിച്ചതിനെതിരെ പ്രതിഷേധം ശക്തമായി. പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി ചിലവിലെ ഓട്ടോ തൊഴിലാളികളും വ്യാപാരികളും ചേർന്ന് നട്ടുവളർത്തിയ വൃക്ഷത്തൈകളിലെ തൊലികൾ ചെത്തിമാറ്റിയ ശേഷം രാസപദാർത്ഥം ഉപയോഗിച്ചാണ് സാമൂഹ്യ വിരുദ്ധർ വൃക്ഷത്തൈകൾ ഉണക്കിയതെന്ന് നാട്ടുകാർ പറഞ്ഞു. പഞ്ചായത്ത് മുസ്ലിം ലീഗിൻ്റെ പേരിൽ 2013 ജൂൺ മാസം 5-ാം തീയതി പരിസ്ഥിതി വാചാരണത്തിൻ്റെ ഭാഗമായി നട്ട വർഷമാണ്. ഞങ്ങൾ ഓട്ടോറിക്ഷ തൊഴിലാളികൾ 10-15 പേരുണ്ട്. ഞങ്ങളെല്ലാവരും കൂടി കുപ്പിയിൽ വെള്ളം ഒഴിച്ചു വരെ വേനൽക്കാലത്ത് ഞങ്ങൾ സംരക്ഷിച്ചുകൊണ്ടിരുന്ന മരമാണ്. അത് ഏതോ സാമൂഹ്യ വിരുദ്ധരും മദ്യപാനികളുമായ ആളുകളാണ് ഇതിൻ്റെ പിന്നിൽ നിന്നാണ് ഞങ്ങളുടെയൊക്കെ വിശ്വാസം. അത് അവിടെയുള്ള നാട്ടുകാരുടെയും ഓട്ടോറിക്ഷക്കാരുടെയും എല്ലാം ശ്രമഫലമായി നന്നായി വളർത്തിയെടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. കുറേ ദിവസങ്ങളായി ഇവിടെ മദ്യപാനികളും ചൂതാട്ടക്കാരും എല്ലാം കുറേ നാളുകളായി അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ മുന്നിലുള്ള ഏതോ കരങ്ങളാണെന്ന് തോന്നുന്നു. എന്തായാലും നല്ലൊരു മരത്തെ എന്തോ വിഷം കൊടുത്ത് അതിനെ വാടിക്കരിപ്പിച്ച് കളഞ്ഞു. അതവിടെ ഉണ്ടെങ്കിൽ ഇവിടെ ജനങ്ങൾക്കെല്ലാം ഒരു തണലും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരുന്നു. അത് നശിപ്പിച്ച് കളഞ്ഞതിനോട് മാതൃകാപരമായി അവന് ശിക്ഷിക്കണമെന്നുള്ള നമ്മുടെ അഭിപ്രായം. ഇതിപ്പോൾ ആദ്യത്തെ ഒരു സംഭവമല്ല. ഇതിപ്പോൾ പലതവണ നമ്മൾ പലതരത്തിലുള്ള വൃക്ഷത്തൈകളും ഇവിടെ നട്ടുവെച്ചപ്പോൾ അതിനെയൊക്കെ നശിപ്പിക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇത് ഒരുപറ്റം സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടം സന്ധ്യയായി കഴിഞ്ഞാൽ ഈ ഭാഗത്തുണ്ട്. റേഷൻ കടയുടെ തിണ്ണ കേന്ദ്രീകരിച്ചുകൊണ്ട് മദ്യവയ്ക്കലും അതുപോലുള്ള കാര്യങ്ങൾ ഒരുപാട് ഇവിടെ നടക്കുന്നുണ്ട്. ഇത് മദ്യം വാങ്ങിച്ചു കൊടുത്ത് ചില തൽപരകക്ഷികൾ ചെയ്തിട്ടുള്ള കാര്യമാണ്. ഇതിനു മുമ്പും ചിലവ് സ്കൂളിലും പരിസരത്തുമുള്ള വൃക്ഷത്തൈകൾ സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചിട്ടുണ്ട്. വൃക്ഷത്തൈകൾ നശിപ്പിച്ചവർക്കെതിരെ നടപടികൾ എടുക്കാത്ത പക്ഷം സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് VP ഷാജി, KL കാസിം, VK അബ്ദുൾ റഹ്മാൻ, ഫൈസൽ റോയ്, നജീബ്, അബ്ദുൽ സലാം, ഷാഹിൻ, ഇക്ബാൽ തുടങ്ങിയവർ പറഞ്ഞു. ദളിത് ക്രൈസ്തവ വിദ്യാർത്ഥികൾക്ക് ന്യൂനപക്ഷ പ്രീമെട്രിക് സ്കോളർഷിപ്പ് നിഷേധിക്കുവാനുള്ള കേരള സർക്കാർ നീക്കത്തിനെതിരെ ഇടുക്കി ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിന് മുന്നിൽ ദളിത് ക്രൈസ്തവ ഐക്യമുന്നണി നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. റവറൻ ഡോക്ടർ ജോൺസ് ചെട്ടിയാതറ ഉദ്ഘാടനം നിർവഹിച്ചു. ബേബി ജോർജ് അധ്യക്ഷത വഹിച്ചു. കേന്ദ്ര ഫണ്ട് സമുദായത്തിന് അവകാശത്തിൽ വിവേചനം ഇല്ല ഇല്ല പറഞ്ഞ് സമത്വമെന്നൊരു പേര് പറഞ്ഞ് മതേതരത്വം പേര് പറഞ്ഞ് എവിടെ പോയി എവിടെ പോയി കൂട്ടധർണ സിന്ദാബാദ് വിദ്യാർത്ഥികളുടെ ഈ ആഗസ്റ്റ് മാസം 30-ാം തീയതിക്കുള്ളിൽ കൊടുക്കണം എന്നുള്ളതായിരിക്കുന്ന ആ ഒരു വാർത്തയാണ് കാണുവാൻ കഴിഞ്ഞത്. ആ വാർത്ത വായിച്ചപ്പോൾ എന്റെ ഹൃദയത്തിൽ വളരെയേറെ വേദനിപ്പിക്കുന്നതായിരിക്കുന്ന ഒരു ചിന്ത കടന്നു വരുവാൻ തക്കമിടയായി. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഇവിടുത്തെ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം, ഇവിടുത്തെ ബുദ്ധമതത്തെ സംബന്ധിച്ചിടത്തോളം, സിദ്ധമതത്തെ സംബന്ധിച്ചിടത്തോളം, പാർസി സമുദായത്തെ സംബന്ധിച്ചിടത്തോളം അവരെ പോലെ തന്നെ അവസ്ഥയും ന്യൂനപക്ഷപരമായി ജീവിക്കുന്ന ഒരുപറ്റം സമൂഹമാണ് ദളിത് ക്രൈസ്തവര്. എന്നാൽ ആ ദളിത് ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ടുന്നതായിരിക്കുന്ന വിദ്യാഭ്യാസ ആനുകൂല്യങ്ങള്, അതുപോലുള്ളതായിരിക്കുന്ന മറ്റ് ആനുകൂല്യങ്ങള് കൊടുക്കുവാൻ കേരളത്തിൽ മാറി മാറി വരുന്നതായിരിക്കുന്ന ഗവൺമെന്റുകള് താല്പര്യപ്പെടുന്നില്ല എന്നുള്ളതായിരിക്കുന്ന ഒരു പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ. ഗുരുനാരായണ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിന്റെയും JLG വായ്പ വിതരണത്തിന്റെയും ഉദ്ഘാടനം നടന്നു. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഉദ്ഘാടനം നിർവഹിച്ചു.
പ്ലസ് ടു വിഷയത്തിൽ NSSന് മറുപടിയുമായി വിദ്യാഭ്യാസ മന്ത്രി അബ്ദുൾ റബ്ബ്. പുതിയതായി അനുവദിച്ച പ്ലസ് ടു സ്കൂളുകൾ തുടങ്ങാൻ ആരെയും നിർബന്ധിക്കില്ലെന്ന് മന്ത്രി. ഏഴല്ലൂരിലെ അൽ-അസ്ർ ഹോസ്പിറ്റലിൽ ചികിത്സയിൽ കഴിയുന്ന ഷഫീഖിനെ കാണുവാൻ മന്ത്രി അബ്ദുൾ റബ്ബ് എത്തി. ദളിത് ക്രൈസ്തവ വിദ്യാർത്ഥികൾക്ക് ന്യൂനപക്ഷ പ്രീമെട്രിക് സ്കോളർഷിപ്പ് നിഷേധിക്കുവാനുള്ള കേരള സർക്കാർ നീക്കത്തിനെതിരെ ഇടുക്കി ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിന് മുന്നിൽ ദളിത് ക്രൈസ്തവ ഐക്യമുന്നണി നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. മുട്ടം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് ഫ്രണ്ട് എം നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി. യൂത്ത് ഫ്രണ്ട് എം സംസ്ഥാന ജനറൽ സെക്രട്ടറി എം മോനിച്ചൻ ഉദ്ഘാടനം ചെയ്തു. കോട്ടയം, തൊടുപുഴ, തൃശൂർ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. തൊടുപുഴയിൽ നിന്നുള്ള പ്രാദേശിക വാർത്തകൾ ഇപ്പോൾ ലോകത്തെങ്ങും ലഭിക്കുന്നു. തൊടുപുഴയിലെ ആദ്യത്തെ വെബ് TV ചാനൽ ഇന്ന് തന്നെ സന്ദർശിക്കുക www.bbcnewstodupuഴ.com. തൊടുപുഴയ്ക്ക് സമീപമുള്ള 16 ഗ്രാമപഞ്ചായത്തുകളിലും ഇന്റർനെറ്റിലും ഇപ്പോൾ BBC വാർത്തകൾ ലഭിക്കുന്നു. BBC ന്യൂസ്, തൊടുപുഴയുടെ സ്വന്തം വാർത്താ ചാനൽ. സന്ദർശിക്കുക www.bbcnewstodupuഴ.com.